വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾക്ക് വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കിയാലോ? കണ്ടോ, വാഴക്കൂമ്പ്, വാഴക്കുടപ്പൻ, വാഴച്ചുണ്ട്, വാഴപ്പൂവ് പല സ്ഥലങ്ങളിലും പലതാണ് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ഈ വാഴക്കൂമ്പിൻ്റെ തോരൻ ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ കൊത്തി കൊത്തി അരിയണം. കണ്ടോ, എന്നിട്ട് ചെറുതായി ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം. വീണ്ടും ഇതുപോലെ ഇങ്ങനെ കൊത്തി കൊത്തി കുറച്ച് സമയം എടുക്കും കേട്ടോ ഇത് അരിഞ്ഞെടുക്കാൻ. പക്ഷെ ചെറുതായി അരിഞ്ഞെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരാം. കണ്ടോ, ഇങ്ങനെ നമുക്കിത് മുഴുവനും അരിഞ്ഞെടുക്കാം. ഞാൻ ഇത് നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് കറ പിടിക്കാതിരിക്കാൻ, ഇതിൻ്റെ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒപ്പം അല്പം ഉപ്പും ഇടാം. കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് തിരുമ്മി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ബാക്കി ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഇനി നമുക്ക് ഈ വാഴക്കൂമ്പ് അരിഞ്ഞത് ഒരു ബൗളിലേക്ക് ഇടാം. നമ്മൾ വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് കണ്ടോ, അതിങ്ങനെ കറ വന്നില്ല, കറുത്തു പോയില്ല. നമ്മൾ അരിയുന്ന സമയത്ത് തന്നെ അല്പം മഞ്ഞൾപ്പൊടിയുടെയും ഉപ്പും വെളിച്ചെണ്ണയും ഇങ്ങനെ ഇട്ടിട്ട് അരിയുന്നത് അങ്ങ് തിരുമ്മി വെക്കുകയാണെങ്കിൽ കറുത്തു പോവില്ല അധികം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതിടാം. ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചിരകിയത്, അതേപോലെ 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ, എന്നാലും വേണമെങ്കിൽ ഒരു അല്പം ഇടാം. ഒരല്പം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ആദ്യം നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കൈകൊണ്ട് നന്നായി തിരുമ്മി എടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരാം. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം.
അല്പം വറ്റൽമുളകും ഇടാം. ഒരു 3-4 വറ്റൽമുളക്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വാഴക്കൂമ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. വാഴക്കുടപ്പന് അധികം വേവില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് സാധാരണ തോരനൊക്കെ ഇങ്ങനെയല്ലേ ആക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് വളരെയധികം കൂട്ടുന്നത്. അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? അതിലേക്ക് കുറച്ച് വേവിച്ച ചെമ്മീൻ ഉണ്ടല്ലോ, അതൊന്ന് ചതച്ചത് ഇടാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെയധികം ടേസ്റ്റാട്ടോ. ചെമ്മീൻ ഇങ്ങനെ ചതച്ച്, പച്ച ചെമ്മീനാട്ടോ അത് വേവിച്ചത്, ഇങ്ങനെ ഒന്ന് ചെറുതായി ഒന്ന് ചതച്ചിട്ട്, അല്ലെങ്കിൽ അരിഞ്ഞിട്ടാലും മതി, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. കാരണം ഈ ചെമ്മീനിലേക്ക് ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറക്കാം. അത് നല്ല വാസന. ചെമ്മീൻ വേവിച്ചതും കൂടെ ചതച്ച് ഇതിനകത്തേക്ക് ഇട്ടപ്പോൾ ഉണ്ടല്ലോ, നല്ല സ്മെല്ല് വരും കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് അല്പം കുറവുണ്ട്, അതിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നല്ല കിടിലനായിട്ടുള്ള വാഴക്കൂമ്പ് അഥവാ വാഴക്കുടപ്പൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെയധികം ടേസ്റ്റാണ്. സാധാരണ തോരൻ വെക്കുന്നതിനേക്കാൾ ഇരട്ടി ടേസ്റ്റാണ് ഈ ചെമ്മീൻ വേവിച്ചത് ചതച്ച് ഇതിലേക്ക് ഇടുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ കിടിലൻ വാഴക്കൂമ്പ് തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അവരും ഇത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.